സമയം ഇപ്പോൾ 2:30 മണി ആയിട്ടുണ്ട്. ഇപ്പോൾ ഡൽഹി നിസാമുദ്ദീൻ റെയിൽവേ സ്റ്റേഷനിലാണ് ഉള്ളത്. ഞായറാഴ്ച രാവിലെ വീട്ടിൽ നിന്നും ഇറങ്ങിയതാണ്. ഇപ്പോൾ ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 2 മണി കഴിഞ്ഞിട്ടുണ്ട്. ഞായറാഴ്ച രാവിലെ ഇറങ്ങി വൈകുന്നേരം കോയമ്പത്തൂർ സ്റ്റേഷനിൽ നിന്നും അടുത്ത കൊങ്ങൂർ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ്സിൽ നേരെ ഡൽഹിക്ക് വന്നതാണ്. ഇപ്പോൾ ചൊവ്വാഴ്ച ഉച്ചക്കാണ് ഇവിടെ എത്തിയത്. അടുത്ത ട്രെയിൻ വരുന്നത് കാശ്മീരിലേക്കുള്ള നെക്സ്റ്റ് ട്രെയിൻ വരുന്നത് രാത്രി 11 മണിക്കാണ്. അതുവരെ അത്യാവശ്യം സമയമുണ്ട്. നമുക്ക് ട്രെയിനിൽ നിന്ന് പരിചയപ്പെട്ട മൂർത്തി സാർ ഒരു കാറ് അറേഞ്ച് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ ഉച്ചഭക്ഷണവും ഞങ്ങൾക്ക് 4 പേർക്കുമുള്ള ഭക്ഷണവും അദ്ദേഹം തന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയായി ഞങ്ങൾ അവിടെ നിന്നും ഇറങ്ങി നേരെ ഇവിടെ ഡൽഹി കാഴ്ചകൾ കാണാൻ ഇറങ്ങിയതാണ്. അപ്പോൾ ഒരു സ്ഥലത്ത് ഒരു ചെറിയ റൂം കയറി ഒന്ന് ഫ്രഷൊക്കെ ആയതിനു ശേഷം ഞങ്ങൾ അവിടെ നിന്നും വീണ്ടും കാഴ്ചകളിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ഡൽഹിയിലെ റെഡ് ഫോർട്ട്, ജമാ മസ്ജിദ്, ചാന്ദിനി ചോക്കൊക്കെ കാണണം എന്നാണ് പരിപാടി ഉള്ളത്. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ യാത്ര റെഡ് ഫോർട്ടിൻ്റെ പരിസരത്ത് എത്തിയിരിക്കുകയാണ്. കാര്യമായിട്ട് കാണാൻ പറ്റില്ല, എന്നാലും കഴിയുന്ന കാഴ്ചകളൊക്കെ കാണുന്നതാണ് ഉള്ളത്. ഇപ്പോൾ ഇവിടുത്തെ കാലാവസ്ഥയും വലിയൊരു പ്രശ്നമാണ്. ഏകദേശം 42 ഡിഗ്രിയോളമാണ് ഇവിടെ ഇന്നത്തെ ചൂട് രേഖപ്പെടുത്തിയിട്ടുള്ളത്. 1639 ഷാജഹാൻ ചക്രവർത്തിയുടെ കാലത്താണ് റെഡ് ഫോർട്ടിൻ്റെ നിർമ്മാണം ആരംഭിച്ചത്. ആഗ്രയിൽ നിന്നും അവരുടെ തലസ്ഥാനം ഡൽഹിയിലേക്ക് മാറ്റാനുള്ള ഭാഗമായിട്ടാണ് ഇവിടെ റെഡ് ഫോർട്ടിൻ്റെ നിർമ്മാണം ആരംഭിച്ചത്. ഏകദേശം 1857 വരെ മുഗൾ ചക്രവർത്തിമാരുടെ കീഴിലായിരുന്നു റെഡ് ഫോർട്ട് ഉണ്ടായിരുന്നത്. അതിനുശേഷം ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഭാഗമായി മാറുകയായിരുന്നു. ഇവിടെ ഇതിനകത്തായി ഒരുപാട് മഹലുകളും അതുപോലെ അതിഥികളെ സ്വീകരിക്കുന്ന സ്ഥലങ്ങളും അവരുടെ ഭരണ കേന്ദ്രങ്ങളും താമസ സ്ഥലങ്ങളും ഒക്കെയായി പൂന്തോട്ടങ്ങളും ഒക്കെയുള്ള നല്ലൊരു ഭംഗിയുള്ളൊരു ഏരിയ കൂടിയാണ്. പക്ഷെ അകത്ത് കയറി കാണാനുള്ള സമയം ഇപ്പോൾ കാര്യമായിട്ടില്ല, അതുകൊണ്ട് ഞങ്ങൾ അകത്ത് കയറി കാണുന്നില്ല. ഇവിടെ പുറത്തു നിന്നും ഇതിൻ്റെ വിശാലമായ കോട്ടയുടെ ഭംഗി ആസ്വദിച്ച് ഞങ്ങൾ കുറച്ചു നേരം അവിടെ ചെലവഴിച്ചു. അങ്ങനെ റെഡ് ഫോർട്ടിലെ കാഴ്ചകൾക്ക് ശേഷം ഞങ്ങൾ അവിടെ അടുത്ത് തന്നെയുള്ള ജമാ മസ്ജിദിലേക്കാണ് നേരെ പോയത്. റെഡ് ഫോർട്ടിൽ നിന്ന് ഏകദേശം 1 കിലോമീറ്റർ താഴെ മാത്രമേ ഇവിടത്തേക്കും ദൂരമുള്ളൂ. 1655 ഷാജഹാൻ തന്നെ പണികഴിപ്പിച്ചതാണ് ഈ ജമാ മസ്ജിദും. മുഗൾ ഭരണകാലത്തെ ഷാജഹാനാബാദ് എന്ന സ്ഥലത്താണ് ഈ പള്ളി പണികഴിപ്പിച്ചത്. ഏകദേശം 25,000 പേർക്ക് നിസ്കരിക്കാനുള്ള സ്ഥല സൗകര്യങ്ങളോട് കൂടിയിട്ടുള്ള വിശാലമായ ഒരു പള്ളിയും അതുപോലെ കോമ്പൗണ്ടുമാണ് ഇവിടെ ഉള്ളത്. ഇവിടെ പള്ളിയും അതുപോലെ റെഡ് ഫോർട്ടും ചാന്ദിനി ചോക്കൊക്കെ ഏകദേശം അടുത്തടുത്ത സ്ഥലങ്ങൾ തന്നെയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടത്തേക്ക് തന്നെ വന്നത്. ഇവിടെ നമുക്ക് നടന്ന് കണ്ട് കാണാനും പറ്റും, വണ്ടി വേണമെന്നുമില്ല. അങ്ങനെ ഇവിടുത്തെ കാഴ്ചകളും കണ്ട് ഞങ്ങൾ നേരെ ചാന്ദിനി ചോക്കിലേക്കാണ് പോയത്. അവിടെ വെറുതെ നടന്ന് കാഴ്ചകൾ കണ്ടതേ ഉള്ളൂ, വേറെ പർച്ചേസിങ്ങും കാര്യങ്ങളൊന്നും ചെയ്തിട്ടൊന്നുമില്ല. ഇവിടുത്തെ ജീവിതവും അതുപോലെ തിരക്കുകളൊക്കെ കണ്ട് കുറച്ചു നേരം ഞങ്ങൾ അവിടെ നിന്ന് ചിലവഴിച്ചു. അതിനുശേഷം ചെറിയ ടോട്ടോ വണ്ടിയിൽ കയറി ഞങ്ങൾ വീണ്ടും അവിടെ നിന്നും യാത്ര തിരിച്ചു. സമയം ഇപ്പോൾ ഇരുട്ടി തുടങ്ങിയിരിക്കുകയാണ്. ഞങ്ങളുടെ അടുത്ത യാത്ര പോകുന്നത് ഓൾ ഇന്ത്യ വാർ മെമ്മോറിയൽ, ഇപ്പോഴത്തെ ഇന്ത്യ ഗേറ്റിലേക്കാണ്. അങ്ങനെ ഏകദേശം അല്പം തിരക്കുകളൊക്കെ ഒടുവിൽ ഞങ്ങൾ എവിടെ എത്തി. ഇവിടെ ഇപ്പോൾ നല്ല ആൾക്കാരുണ്ട്, നല്ല തിരക്കുമാണ്. 1921 പണി തുടങ്ങി 1931 ഇതിൻ്റെ പണി പൂർത്തീകരിച്ചത്. 1-ാം ലോക മഹായുദ്ധത്തിലും അതുപോലെ 3-ാം അഫ്ഗാൻ വാറിലുമായി മരണപ്പെട്ട ഏകദേശം 80,000-ഓളം ഇന്ത്യൻ സൈനികരും അതുപോലെ ബ്രിട്ടീഷ് സൈനികരും ഓർമ്മയ്ക്കായി 42 മീറ്ററോളം ഉയരത്തിൽ സ്ഥാപിച്ചിട്ടുള്ള ഒരു സ്മാരകമാണിത്. ബ്രിട്ടീഷ് ആർക്കിടെക്റ്റായിരുന്ന എഡ്വിൻ ലൂട്ടീസാണ് ഇതിൻ്റെ ഡിസൈൻ മോഡൽ ചെയ്തത്. അതുപോലെ രാഷ്ട്രപതി ഭവനും പ്രധാനമന്ത്രിയുടെ ഗസ്റ്റ് ഹൗസ് ആയിരുന്ന ഹൈദരാബാദ് ഹൗസും അദ്ദേഹം തന്നെയാണ് ഡിസൈൻ ചെയ്തത്. അതുപോലെ ഇന്ത്യക്ക് അകത്തും പുറത്തുമായി ഒരുപാട് പ്രധാന നിർമ്മിതികൾ എഡ്വിൻ ലൂട്ടീസ് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. 1947 ശേഷം ഇന്ത്യൻ സ്മാരകമായ അമർ ജവാൻ ജ്യോതി അവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. 1971 ഇന്ത്യ പാക് യുദ്ധത്തിൻ്റെ മറ്റൊരു സ്മാരകവും ഇന്ദിരാഗാന്ധിയുടെ ഭരണകാലത്ത് ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ സറായ് റോഹില്ല സ്റ്റേഷനിലെത്തി. അവിടെ അടുത്തുള്ള സർദാർജിയുടെ കടയിൽ നിന്നും റൊട്ടി, പനീർ, ദാലൊക്കെ കഴിച്ചു. നല്ല ടേസ്റ്റി ഫുഡ് തന്നെയായിരുന്നു. അതൊക്കെ കഴിച്ചു. 10:30 ഇവിടുന്ന് ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നത്.
രാത്രി 10:30 അവിടുന്ന് ട്രെയിൻ സ്റ്റാർട്ട് ചെയ്തത്. ഏകദേശം രാത്രിയൊക്കെ കുറച്ച് കറക്റ്റ് ടൈമിൽ തന്നെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് അല്പം നിർത്തി, സ്റ്റോപ്പൊക്കെ വല്ലാതെ സ്റ്റോപ്പിലൊക്കെ നിർത്തിയിട്ടായിരുന്നു പോകുന്നത്. കുറച്ച് സമയം ലേറ്റായിട്ടാണ് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ രാവിലെ 7 മണിക്കാണ് ഇവിടെ എത്തേണ്ടിയിരുന്നത്, ജമ്മു താവിയിൽ. പക്ഷേ ഇപ്പോൾ ഏകദേശം 2 മണിക്കൂറോളം ലേറ്റായിട്ടാണ് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞങ്ങളുടെ ട്രെയിൻ ഏകദേശം ജമ്മുവിന് അടുത്ത് എത്തിക്കൊണ്ടിരിക്കുകയാണ്. രാവിലെ 7 മണി കഴിഞ്ഞ് എത്തേണ്ട ട്രെയിനാണ്. ഇപ്പോൾ ഏകദേശം 9:30 മണി കഴിഞ്ഞിട്ടുണ്ട് സമയം. 2 മണിക്കൂറിന് മേലെ ലേറ്റായിട്ടാണ് ഞങ്ങളിവിടെ എത്തിയിട്ടുള്ളത്. ഇതുവരെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നമ്മളെ യാത്ര ഏകദേശം ഇവിടം വരെ എത്തിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് ശ്രീനഗറിലേക്കുള്ള യാത്രയാണ് അല്പം ബുദ്ധിമുട്ടുള്ള എന്നറിഞ്ഞത്. രാവിലെ നേരത്തെയാണ് ഇവിടുന്ന് ശ്രീനഗറിലേക്കുള്ള വണ്ടികളൊക്കെ പോകും എന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ബാക്കിയുള്ള കാഴ്ചകളും ശ്രീനഗറിലേക്കുള്ള യാത്രയും നമുക്ക് ഇവിടുന്ന് ബാക്കി തുടരണം. അങ്ങനെ ഞങ്ങളുടെ യാത്ര ജമ്മുവിൽ എത്തിയിരിക്കുകയാണ്. അങ്ങനെ ട്രെയിനിൽ നിന്നൊക്കെ പുറത്തേക്ക് ഇറങ്ങി വന്നു. അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു സ്റ്റേഷനിലും പുറത്തും. ഇവിടെ പുറത്തിറങ്ങിയപ്പോൾ മിലിറ്ററി ഓഫീസേഴ്സും കാര്യങ്ങളൊക്കെയാണ് കാണുന്നത് കൂടുതലായിട്ടും. അങ്ങനെ ഇവിടെ എത്തിയപ്പോൾ ഇവിടെ നിന്നും സിം എടുത്തു. ശ്രീനഗറിൽ പ്രത്യേക സിം തന്നെ എടുക്കണം, നമ്മുടെ സിമ്മൊന്നും ഇവിടെ വർക്കാവില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും പോസ്റ്റ് പെയ്ഡ് സിമ്മാണ് ആവശ്യമുള്ളത്. അങ്ങനെ സിം എടുത്തു. ഒരു സിമ്മിന് 50 രൂപയും അതുപോലെ 250 രൂപയ്ക്ക് റീചാർജ് ചെയ്തു. ജിയോയുടെ സിമ്മായിരുന്നു എടുത്തത്. അങ്ങനെ സ്റ്റേഷൻ്റെ പരിസരത്ത് നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു. ഞങ്ങൾ നേരെ ബസ് സ്റ്റാൻഡിലേക്ക് പോയി. ഇവിടെ നിന്നാണ് ശ്രീനഗറിലേക്കുള്ള വണ്ടി കിട്ടുന്നത്. അപ്പോൾ ശ്രീനഗറിലേക്കുള്ള വണ്ടികളൊക്കെ ഒരുവിധം പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ അല്പം 2 മണിക്കൂറൊക്കെ ലേറ്റ് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വണ്ടിയൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അവിടുന്ന് ബസ് സ്റ്റാൻഡ് സമയത്ത് കുറച്ച് നേരം തിരിഞ്ഞ് കളിച്ചപ്പോഴേക്കും വണ്ടികളൊക്കെ 1-2 വണ്ടി പോകുന്നുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ നല്ല റേറ്റും അതുപോലെ നല്ല തിരക്കുമാണ്. ഫുൾ ടൈറ്റാണ് വണ്ടി, ഞങ്ങൾക്ക് കയറാനുള്ളൊരു സ്ഥലവുമില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഏകദേശം 1-2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഒരു കാർ ബസാർ എന്നുള്ളൊരു ഓൺലൈൻ ആപ്പ് വഴി ഞങ്ങൾക്കൊരു ടാക്സി ബുക്ക് ചെയ്യാൻ കഴിഞ്ഞു. ഏകദേശം 6000 രൂപയ്ക്ക് ബനിഹാളിലേക്കാണ് ഞങ്ങൾക്ക് വണ്ടി ബുക്ക് ചെയ്തത്. ഞങ്ങൾ ബനിഹാളിൽ നിന്നും ട്രെയിനിന് പോകാമെന്നാണ് വിചാരിക്കുന്നത്. ഏകദേശം അവിടെ എത്തുമ്പോഴേക്കും സമയം സെറ്റാകുമോ അതും അറിയില്ല എന്താണ് അവസ്ഥ എന്നുള്ളത്. ലാസ്റ്റ് 5 മണിക്കാണ് അവിടുന്ന് ശ്രീനഗറിലേക്കുള്ള ലാസ്റ്റ് ട്രെയിൻ ഉള്ളത് എന്നറിഞ്ഞത്. അപ്പോഴേക്കും അവിടെ എത്തുകയും വേണം. ഇവിടെ ശ്രീനഗർ റോഡിൽ ഒരുപാട് റോഡ് പണികളുമുണ്ട്. അതുപോലെ തോടുകളും അതുപോലെ ഒരുപാട് ബ്ലോക്കുകളൊക്കെ ആയി നല്ല സമയം എടുക്കുന്നുണ്ട് യാത്രയ്ക്ക് വേണ്ടിയിട്ട്. മാത്രമല്ല ഒരുപാട് റോഡുകളും അതുപോലെ ടണലുകളുമൊക്കെ ഇവിടെ വഴിയിൽ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ റോഡ് പണികളൊക്കെ കഴിഞ്ഞാൽ 4 വരി ഹൈവേ ആണ് ഇവിടെ വർക്ക് നടക്കുന്നത്. അതൊക്കെ കഴിയുമ്പോഴേക്കും നല്ല രീതിയിൽ പോകാൻ പറ്റും എന്നാണ് വിശ്വാസം. ഇപ്പോൾ ഒരു ടണൽ കയറിയിരിക്കുകയാണ്. ഇതൊരു ചെറിയ ടണലാണ്. ഇതുപോലെ ചെറിയതും വലുതുമായ ഒരുപാട് ടണലുകളും ഈ റൂട്ടിലുണ്ട്. അതുപോലെ പുതുതായി പല ടണലുകളും പണി കഴിപ്പിക്കുന്നുമുണ്ട്. അപ്പോൾ സമയദൈർഘ്യം കുറച്ചുകൂടി കുറയും എന്നാണ് അറിയുന്നത് ഭാവിയിൽ. അപ്പോൾ ഞങ്ങൾ യാത്ര ചെയ്യേണ്ടത് ഏകദേശം രാവിലെ 7 മണിക്ക് നേരത്തെ എത്തേണ്ടതായിരുന്നു. പക്ഷേ ഞങ്ങൾ എത്താൻ ലേറ്റ് ആയതുകൊണ്ടും അതുപോലെ ഇന്നലെയും ഞാൻ നോക്കിയായി ചെറിയ മണ്ണിടിച്ചിലും അതുപോലെ റോഡ് വർക്കൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ വണ്ടികളൊക്കെ ഭാഗികമായി മാത്രമേ കടത്തി വിടുന്നുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഇന്ന് ഒരുപാട് വണ്ടികൾ നേരത്തെ കയറിപ്പോയിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് കാര്യമായി വണ്ടികളൊന്നും അവിടെ ഷെയർ ടാക്സികളൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കിപ്പോൾ കുറച്ച് നല്ല റേറ്റ് കൊടുത്തിട്ടുള്ളൊരു വണ്ടി തന്നെയാണ് ഇപ്പോൾ കിട്ടിയത്. അല്ലെങ്കിൽ ഏകദേശം ഒരാൾക്ക് 400-500 രൂപ വെച്ച് ബസ്സും അതുപോലെ ടവേര ടാക്സിയും വാനും ഒക്കെ ഉണ്ടാകുന്നതാണ് അവിടുന്ന്. അങ്ങനെ പോകുന്ന വഴിക്ക് ഒരു ചെറിയ ധാബയിൽ കയറി ചായയൊക്കെ കുടിച്ച് വീണ്ടും യാത്ര തുടങ്ങി. ഇവിടെ നമുക്കൊരു പുതിയൊരു ടണൽ കാണാൻ പറ്റുന്നുണ്ട്. ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജി ടണലാണിത്. ഇപ്പോൾ നിലവിലുള്ള ഏറ്റവും നീളം കൂടിയ ടണലാണിത്. 9.28 കിലോമീറ്ററാണ് ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത്. ഇത് രണ്ടാമത്തെ ഉള്ളത് അടൽ ടണലാണ്. ഏകദേശം 9 കിലോമീറ്ററാണ് അതിൻ്റെ നീളം വരുന്നത്. അപ്പോൾ ഇത് നമുക്ക് നല്ല രീതിയിൽ ലൈറ്റ് സെറ്റൊക്കെ ചെയ്ത് വെച്ചിരിക്കുന്നത് കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ ഇതിൽ പോകുമ്പോഴും ഒരു പ്രത്യേക ഫീലാണ്.
ഒരു പ്രത്യേക സൗണ്ടൊക്കെ ആയി നല്ലൊരു വൈബാണ് നമുക്ക് ഇതിൽ യാത്ര ചെയ്യുമ്പോൾ കിട്ടുന്നത്. എത്ര കിലോമീറ്റർ നോക്കിയാലും 9 കിലോമീറ്റർ 9 കിലോമീറ്റർ. ഒരു ചേഞ്ചില്ല, ഒരു മാറ്റമില്ലല്ലേ. ബസ് തന്നെ മേലേക്ക് അങ്ങനെ ഞങ്ങൾ യാത്ര ഇപ്പോൾ ഏകദേശം 4 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങളിപ്പോൾ ബനിഹാളിൽ നിന്ന് ട്രെയിനിന് പോകാനായിരുന്നു ആദ്യം പ്ലാൻ ചെയ്തത്. പക്ഷേ അതിപ്പോൾ നടക്കില്ല, കാരണം അവിടെ നിന്ന് ട്രെയിൻ കിട്ടുമെന്ന് അറിയില്ല. അപ്പോൾ അതുകൊണ്ട് നേരെ ടാക്സി ഞങ്ങൾ ശ്രീനഗറിലേക്ക് ഡയറക്റ്റ് അവരോട് ചോദിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഏകദേശം 3000 രൂപയോളം എക്സ്ട്രാ വീണ്ടും കൊടുക്കണം. അങ്ങനെ ഏകദേശം 3000 എന്ന് പറയുമ്പോൾ 6000 + 3000 9000 രൂപയോളം കൊടുത്തിട്ടാണ് ഇപ്പോൾ ഞങ്ങൾ ജമ്മുവിൽ നിന്ന് ശ്രീനഗറിലേക്കുള്ള യാത്ര പോകുന്നത്. പക്ഷേ പ്രൈവറ്റ് കാറാണ്, നല്ല സേഫാണ്, അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ആസ്വദിച്ച് നമുക്ക് യാത്ര പോകാൻ പറ്റുന്നുണ്ട്. പിന്നെ നേരെ ടവേരയും ബസ്സും ഒക്കെയാണ് വേറെ ഓപ്ഷൻസ് ഉള്ളത്. അതിനൊക്കെ ഏകദേശം 500 രൂപ 600 രൂപ 1000 ഒക്കെ ചാർജാണ് വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ആദ്യം അവിടെ ചോദിച്ചപ്പോൾ 1500 രൂപയൊക്കെയാണ് ഇന്ന് ചാർജ് പറഞ്ഞത്. വേറെ വണ്ടികളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ, മാത്രമല്ല തിങ്ങി നിറഞ്ഞ് വേണം പോകാൻ. ഒരു സീറ്റിൽ 3 പേർ ഇരിക്കുന്ന സീറ്റിൽ 4ഉം 5ഉം ആളൊക്കെ ഇരുന്നിട്ടാണ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ടൊക്കെ കണ്ടുകൊണ്ടാണ് ഞങ്ങൾ വേറെ ഒരു പ്രൈവറ്റ് ടാക്സി നോക്കിയത്. അപ്പോൾ ഏതായാലും യാത്ര ആസ്വദിച്ച് നല്ല കാഴ്ചകളൊക്കെ കണ്ട് തുടങ്ങിയിട്ടുണ്ട്. കാര്യമായി തണുപ്പൊക്കെ ഇവിടെ ഇപ്പം കാര്യമായ തണുപ്പൊന്നുമില്ല, എന്നാലും നല്ല ഭംഗിയുള്ള കാഴ്ചകളൊക്കെയാണ് മുമ്പിൽ കാണുന്നത്. ഏകദേശം 1/4 മണിക്കൂർ ബ്ലോക്കിൽ കിടന്ന് വീണ്ടും അല്പം നീങ്ങി തുടങ്ങിയിട്ടുണ്ട്. മൊത്തം വർക്ക് തന്നെയാണ് നടക്കുന്നത് ഇവിടെ. താഴെ ചെറിയൊരു പട്ടണം കാണാം, റംബാൻ പട്ടണമാണ് താഴെ കാണുന്നത്. നല്ല ഭംഗിയുള്ള ഒരു താഴ്വാര വ്യൂ നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ഞങ്ങളെ യാത്ര ഇങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം 250 കിലോമീറ്റർ 7 മണിക്കൂറിനടുത്താണ് സമയം കാണിച്ചിരുന്നത് ഗൂഗിൾ മാപ്പിൽ. പക്ഷേ ഇതിപ്പോൾ ഈ ബ്ലോക്കൊക്കെ കണ്ട് കഴിയുമ്പോഴേക്കും ഏകദേശം അങ്ങ് എത്തുമ്പോഴേക്കും 8-9 മണിക്കൂറോളം എടുക്കുമെന്നാണ് തോന്നുന്നത്. ഇപ്പോൾ തന്നെ സമയം 6 മണി ആയിട്ടുണ്ട്. ഞങ്ങൾ നേരത്തെ 1 മണിക്കാണ് അവിടെ നിന്നും ഇറങ്ങിയത്. 1:30 മണി ആയിട്ടുണ്ടായിരുന്നു ഇവിടെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ. ഇപ്പോൾ ഏകദേശം 4 മണിക്കൂറോളം കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും കുറച്ച് ദൂരം പോകാനുണ്ട്. ഏകദേശം രാത്രി 9-10 മണിയോളം ആകും എന്നാണ് ഡ്രൈവറും പറഞ്ഞത്. ഒരുപാട് വർക്കൊക്കെ നടക്കുന്നതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ട്. അതുപോലെ ഫുൾ വണ്ടിയൊക്കെ ബ്ലോക്കായിട്ടാണ് കിടക്കുന്നത് ഇവിടെ. സമയം ഇപ്പോൾ 6 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ എപ്പോഴും നല്ല വെയിലാണ്. ഏകദേശം 8 മണി ഒക്കെ ആകുമ്പോഴാണ് ഇവിടെ ഇരുട്ടാവാന്നുള്ളതാണ് പറഞ്ഞത്. ബനിഹാൽ ട്രെയിനും മസ്റ്റ് ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റം തന്നെയായിരുന്നു, ബനിഹാൽ ടു ശ്രീനഗർ ട്രെയിൻ ജേണി. പക്ഷെ ഞങ്ങൾക്കിപ്പോൾ സമയത്തിൻ്റെ പ്രശ്നം കൊണ്ട് നടന്നിട്ടില്ല. ഇവിടെ ദൂരെയായി മലഞ്ചെരുവിൽ താമസിക്കുന്ന ഒരു ഹട്ടുകളൊക്കെ നമുക്ക് കാണാം. പക്ഷെ അവിടെ ഇപ്പോൾ താമസമുണ്ടോ എന്തൊന്നും അറിയില്ല. ദൂരെയായി ചെറിയ കുറച്ച് വീടുകൾ ഏരിയ ഒക്കെ ഇവിടെ നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റുന്നുണ്ട്. അങ്ങോട്ടേക്കുള്ള വഴികളും കാണാം.
ബിസ്ക്കറ്റ് ഇറക്കമുണ്ടോ ബിസ്ക്കറ്റ്? നമ്മുടെ യാത്രയുടെ 4ാമത്തെ ദിവസമാണിത്. കഴിഞ്ഞ യാത്രയുടെ കാഴ്ചകളുമായിട്ടുള്ളൊരു വീഡിയോ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഇവിടെ കൊടുക്കാം. ഈ വഴിയിലുള്ള ബ്ലോക്കുകൾ നമുക്ക് യാത്രയിൽ തീർച്ചയായും മടുപ്പുണ്ടാക്കുന്നൊരു കാര്യം തന്നെയാണ്. പക്ഷേ ചുറ്റുമുള്ള ഭംഗിയുള്ള കാഴ്ചകളൊക്കെ കാണുമ്പോൾ അതിൽ നിന്ന് അല്പം ഒരു ആശ്വാസം കിട്ടുന്നുണ്ട്. എന്തായാലും 1-2 വർഷം കൂടി കഴിയുമ്പോഴേക്കും ഈ റോഡിൻ്റെ പണിയൊക്കെ പൂർത്തിയായി നല്ല രീതിയിൽ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും എന്ന് വിശ്വസിക്കാം. ബനിഹാൽ കാസിഗണ്ട് റോഡ് ടണലാണിത്. ഏകദേശം 8.5 കിലോമീറ്ററോളാണ് ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത്. അങ്ങനെ ഏകദേശം രാത്രി 11 മണി ആയിട്ടുണ്ട്. ഞങ്ങൾ ഏകദേശം റൂമിലേക്കുള്ള യാത്രയാണ്. അങ്ങനെ കുറേ വർഷത്തെ സ്വപ്നമായിരുന്ന കാശ്മീരിലെ പ്രഭാതത്തിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. ഏകദേശം 4 ദിവസത്തെ യാത്ര കഴിഞ്ഞിട്ടാണ് ഞങ്ങളിവിടെ എത്തിയത്. ട്രെയിനും വണ്ടിയിലൊക്കെയായി വല്ലാത്തൊരു യാത്ര തന്നെയായിരുന്നു. അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ലാതെ നല്ല രീതിയിൽ തന്നെ ഇവിടെ എത്തിച്ചേരാൻ പറ്റിയിട്ടുണ്ട്. ഇവിടെ കാര്യമായ തണുപ്പില്ല, ഏകദേശം 30 ഡിഗ്രിയോളം ചൂടുണ്ട് ഇവിടെ. ഞങ്ങളുടെ യാത്ര ഒരു ടൂർ പാക്കേജ് വഴിയാണ് സെലക്ട് ചെയ്തത്. ശ്രീനഗർ ടു ശ്രീനഗർ 4 ദിവസത്തെ യാത്രയാണ്. അതിൽ ഒരാൾക്ക് ഏകദേശം 5000 രൂപയാണ് ചാർജ് വരുന്നത് പെർ ഹെഡ്. വണ്ടിയും അതുപോലെ താമസവുമാണ് ഇതിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ളത്. ഭക്ഷണം വേറെ എക്സ്ട്രാ ചാർജ് കൊടുക്കണം. ഞങ്ങളിപ്പോൾ 7 പേരാണ് ഉള്ളത്. 4 പേർ ട്രെയിനിൽ വന്നതും അതുപോലെ 3 പേർ പ്ലെയിനിലുമാണ് ഇവിടേക്ക് എത്തിയത്. ഇന്നത്തെ യാത്ര പോകുന്നത് നേരെ പെഹൽഗാമിലേക്കാണ്. ഇന്നത്തെ ഫസ്റ്റ് ഡേ പോകുന്നത്. ഏകദേശം 150 കിലോമീറ്റർ 2 മണിക്കൂർ മുകളിൽ എടുക്കുമെന്നാണ് പറഞ്ഞത്. ഞങ്ങൾ 7 പേർ ഒരു ടവേരയിലാണ് പോകുന്നത്. ഇപ്പോൾ കാശ്മീരിൻ്റെ മൊഞ്ചുള്ള കാഴ്ചകൾ ഇവിടെ ആരംഭിക്കുകയാണ്. അപ്പോൾ ബാക്കി വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഹാപ്പി ഡ്രീംസ്.